ഹലോ, ഇന്ന് നമ്മളുള്ളത് പട്ടാമ്പി ഗുരുവായൂരാണ് കേട്ടോ. ഞാനും എൻ്റെ അമ്മയും കൂടിയാണ് കേട്ടോ അമ്പലത്തിലേക്ക് വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലെ കുന്നംകുളം റോഡിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ലോകപ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ശ്രീകൃഷ്ണനാണ് പ്രധാന പ്രതിഷ്ഠ. പട്ടാമ്പിയിലെ പടിഞ്ഞാറേ മഠം എന്ന കുടുംബത്തിൽ തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തനായ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. എല്ലാ മാസവും അദ്ദേഹം ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് പോകാറുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും പട്ടാമ്പിയിൽ നിന്നും 30 കിലോമീറ്റർ താണ്ടി ഗുരുവായൂരിലേക്ക് തോണിയിലും നടന്നും അദ്ദേഹം പോയിക്കൊണ്ടിരുന്നു. പിന്നീട് പ്രായാധിക്യം കാരണം ഗുരുവായൂരിൽ പോകാൻ പറ്റാതായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഭഗവാൻ ഇവിടെ തന്നെ കുടികൊള്ളുകയായിരുന്നു എന്നതാണ് ഐതിഹ്യം. ഗുരുവായൂരിലേതുപോലെ തന്നെ ഇവിടെയും ചതുര ശ്രീകോവിലാണ് പണിഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും ഇത് അവിടെയൊക്കെ ചുറ്റും തൊഴുത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം അമ്പലത്തിൻ്റെ മുൻവശമാണ്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂരിൻ്റെ അതേ ഒരു അനുഭൂതിയാണ് കേട്ടോ കിട്ടുക. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിളാനദീൻ്റെ തീരത്താണ് നമ്മുടെ ഈ അമ്പലം ഉള്ളത് കേട്ടോ. ഞാനിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിളാനദി എന്ന് പറയുന്നത് നമ്മുടെ ഭാരതപ്പുഴയാണ് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പുഴ നല്ല രീതിക്ക് ഇങ്ങനെ ഒഴുകുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ പട്ടാമ്പി പാലം ഉള്ളത് കേട്ടോ. ഈ കാണുന്നതാണ് പട്ടാമ്പി പാലം. ഇപ്പോൾ ഏകദേശം സമയം ഒരു 9 മണിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇടയ്ക്കൊക്കെ സ്റ്റേജിൽ കഥകളി, അതുപോലെ ഓട്ടം തുള്ളൽ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കാറുണ്ട് കേട്ടോ. എനിക്കങ്ങനെ എല്ലാ സമയമൊന്നും വരാൻ പറ്റാറില്ലെങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. നദിയിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളാണ് ഇത് കേട്ടോ. മാത്രമല്ല നമുക്കിവിടെ അമ്പലക്കുളം കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കാൻ വരുന്നത് കാണാം കേട്ടോ. അമ്പലത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു അമ്പലക്കുളം ഉള്ളത്. അപ്പോൾ പുഴേൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ കുളവും ഉള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു കുളം കാണാനായിട്ട്. സ്റ്റെപ്പുകളാക്കിയിട്ട് അവരിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു സൈഡിൽ കൂടെ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റത് ഇങ്ങനെ കല്ലിങ്ങനെ വെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഇറങ്ങി നോക്കുകയാണ്. മുഴുവനായിട്ട് ഇറങ്ങുന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് ഭാഗത്തേക്ക് ഞാൻ ഇറങ്ങി. പിന്നെ അതുമാത്രമല്ല അതിൽ നിറയെ മീനുകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം കുളത്തിൻ്റെ ഈ സൈഡിൽ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇതാ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. ഇവിടെ ഈ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് ഒരുപാട് കല്യാണങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണം ഇവിടെ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇനി നേരെ അമ്പലത്തേക്ക് തന്നെ പോവുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ അമ്പലം. അമ്പലക്കുളം മാത്രമല്ല, നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ അവരൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളും ഇലകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവർ കമൻറ്റ് ചെയ്തോളൂ. ഈ ഒരു പൂവ് ഇതാ വൈറ്റ് കളറിൽ ഒരുപാടുണ്ട്. നമുക്ക് ഈ ഒരു അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് തോന്നാറുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് പുഴേൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുമാത്രമല്ല ഇവിടെ അവർ നട്ടു വളർത്തിയ ചെടികളും പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് നന്നായിട്ട് റിലാക്സ് ആവും. അങ്ങനെ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെയും കൂടി സന്ദർശിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അവിടെ നമ്മൾ മസാല ദോശയും ചായയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്പലത്തിൽ വന്നിട്ട് പിന്നെ ഇറങ്ങുന്ന സമയത്ത് മസാല ദോശ കഴിച്ചില്ലെങ്കിൽ അത് എന്താ പറയുക, അത് നമുക്ക് അങ്ങനെ ശീലമായ സംഭവമാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ടാറ്റാ, ബൈ.